അരുൺ, ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അതേത് തരത്തിൽ കൂടിയാണ്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ 3 ദിവസം മണ്ഡലത്തിൽ സ്റ്റേ ചെയ്ത് നടത്തിയ പ്രചാരണമുണ്ട്, കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ. ഒപ്പം ഇന്ന് റോഡ് ഷോ എങ്ങനെയാണ് 3 സ്ഥാനാർത്ഥികളും അത് നിറപ്പാക്കിട്ടാകുന്നത്? PV അൻവർ റോഡ് ഷോയിലില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഈ സമയത്ത് സ്ഥിരീകരിക്കാമോ? അപർണ, ഇടത് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ്, വലിയ പ്രതീക്ഷയാണ്. ഓരോ നിമിഷവും, തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ നിമിഷം മുന്നോട്ട് പോകുമ്പോഴും പരസ്യമായി പ്രകടിപ്പിക്കുന്ന വലിയ ആത്മവിശ്വാസമാണ്. അതിൻ്റെ അടിസ്ഥാനം പലതാണ്. ഒന്ന്, ഇന്നലെ VV പ്രകാശിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച M സ്വരാജിൻ്റെ നടപടി. അത് സ്വരാജ് തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വീകരിച്ച നിലപാടുണ്ട്. വിവാദങ്ങളിലേക്കൊന്നും തൊടാതെ എല്ലാം വളരെ സംയമനത്തോട് മറുപടി പറഞ്ഞ് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ വിഷയത്തിൽ അദ്ദേഹം അതേ നിലപാടാണ് ചെയ്തത്. വിവാദമാക്കേണ്ട കാര്യമില്ല, ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു. VV പ്രകാശുമായി നേരത്തെ സൗഹൃദമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ടു, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇതില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഇടത് ക്യാമ്പിലുണ്ട്. കാരണം VV പ്രകാശിൻ്റെ കുടുംബം വലിയ അതൃപ്തിയിലാണ് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. കാരണം കഴിഞ്ഞ തവണ 2200 വോട്ടിന് അൻവർ ജയിച്ചത്, VV പ്രകാശ് പരാജയപ്പെട്ടത് ഷൗക്കത്തിൻ്റെ പാലം വലിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് PV പ്രകാശിൻ്റെ കുടുംബവും അതുപോലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. അതുകൊണ്ട് തന്നെ ഇതുവരെ ആര്യാട് ഷൗക്കത്തിന് ആ വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സന്ദർശനം അവിടെ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പോയിരുന്നു, PV അൻവർ പോയിരുന്നു, പക്ഷേ ഷൗക്കത്ത് അവിടെ പോയിരുന്നില്ല. അതിന് രാഷ്ട്രീയം വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഗുണം ചെയ്യും, അതുകൂടി ഗുണം ചെയ്യുമെന്ന് CPM കരുതുന്നു. സർക്കാരിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെ വോട്ടായി മാറും. 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അടക്കം മണ്ഡലത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയത്. അതേ ആത്മവിശ്വാസം ഇപ്പോൾ സ്ഥാനാർത്ഥിയും പ്രകടിപ്പിക്കുന്നു. വളരെ കൃത്യമായ മികച്ച വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷത്തിലാണ് ഇടത് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ 9 കൂടിയാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ വാഹന പര്യടനം. അത് വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവിൽ നിന്ന് ആരംഭിച്ചു. വൈകിട്ട് 3 മണിക്ക് നിലമ്പൂർ ടൗണിൽ സമാപിക്കും. അതിനുശേഷം അവർ ഈ പ്രകടനത്തിലേക്കും കൊട്ടിക്കലാശത്തിലേക്കും പോകും. വലിയ ആവേശത്തോടെ പ്രവർത്തകർ, ഇന്നലെ LDYFൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ഈ CPM പ്രവർത്തകരും ഇടതുമുന്നണി വലിയ ആവേശത്തോടെ തന്നെയാണ് സ്വരാജിൻ്റെ ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കവർ ചെയ്ത് പോകുന്ന റോഡ് ഷോയാണ് വൈകിട്ട് നിലമ്പൂരിൽ സമാപിക്കാൻ പോകുന്നത്. നമുക്ക് ഈ CPMൻ്റെ ആവേശം എല്ലാ തലങ്ങളിലും ആവേശമുണ്ട്. ഇപ്പോൾ ഒരു ഇദ്ദേഹത്തെ നമ്മൾ ഒരു CPM പ്രവർത്തകനാകണം അല്ലെങ്കിൽ അനുഭാവിയാകണം. അദ്ദേഹം ഇന്നലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ ഇങ്ങനെ നടന്ന് വരുന്നത്. ഇന്നലെ കനോലി പ്ലോട്ടിന് സമീപത്ത് വെച്ച് നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഒറ്റയ്ക്ക് ഒരു കൊടിയുമായി ചുവന്ന വസ്ത്രങ്ങളും ചുവന്ന തൊപ്പിയുമൊക്കെ അണിഞ്ഞ് CPMൻ്റെ ചിഹ്നമുള്ള പതാക ശരീരത്തെ പുതച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാൽനട യാത്രയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 7:30 മണിയോടുകൂടി നമ്മൾ കനോലി പ്ലോട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം CPM സമ്മേളനങ്ങളിൽ എല്ലാ സ്ഥലത്തും വരുന്ന ആളുടെ പേരെന്താ നിങ്ങളുടെ? ലാൽസലാം എന്നാണ് പേര്. എവിടുന്നാ വരുന്നത്? ഞാനിപ്പം നൻപൂരിനാ വരുന്നത്. സ്ഥലം എവിടെയാണ്? സ്ഥലം മലപ്പുറം മോങ്ങം ചെറുപത്തൂർ. എന്താണ് ഇങ്ങനെ ഒരു കാൽനടയാട്ടി കൊടിയുമായിട്ട് ഇങ്ങനെ വരാൻ കാരണം? നമ്മളെ സ്വരാജ് ജയിക്കണം, സ്വരാജ് ജയിക്കണം, അതാണ് വികസനത്തിൻ്റെ ഇത്. മൊത്തത്തിൽ ചുവപ്പാണല്ലോ. ചുവന്ന റെയിൻകോട്ട്, പാർട്ടി ചിഹ്നം ഉള്ള റെയിൻകോട്ട്, ചുവന്ന ബാഗ്, ചുവന്ന ഷൂസ്, ചുവന്ന തലയെക്കെട്ട്, കൊടി. അത് അതിൻ്റെ ഒരു ഇതാണ്. ഈ അനൗൺസ്മെന്റ് കൊണ്ടല്ലേ വിജയിപ്പിക്കാന്നുള്ള ആഹ്വാനം ഇതിലുണ്ടല്ലേ? ഇതെങ്ങനെയാണിത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്? ഇതെങ്ങനെയാണ് ഇത് സൗണ്ട് കേൾക്കുന്നത്? എങ്ങനെയാണിത്? മൊബൈലിലാണോ? എവിടേക്കാണ് നിങ്ങൾ നടന്നു പോകുന്നത്? എങ്ങനെ? മൊബൈലിൽ ഇത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യാണ് അല്ലേ? ഇടക്കരയിലേക്ക് പോവാണ്. ജയിക്കുമോ സ്വരാജ്? 100% ജയിക്കും. അത്ര ആവേശം ഉറപ്പൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ജയിക്കാതെ പിന്നെ ആരവിടെ ജയിക്കുക? ആ കള്ളനോ? ഓക്കെ, അത് വേണ്ട, അത് പോട്ടെ. ഏതായാലും അദ്ദേഹം യാത്ര തുടരുകയാണ്. സ്വരാജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഗാനമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. സ്വരാജിനെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി അദ്ദേഹം പോവുകയാണ്. ഇങ്ങനെ നിരവധി പ്രവർത്തകരെ കാണാം. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ നിന്നലെയൊക്കെ വയലാറിൽ നിന്നുമൊക്കെയുള്ള പ്രവർത്തകർ വന്നിരുന്നു. അത്തരത്തിൽ CPMൻ്റെ പതാകയുമായി സ്വരാജിന് വേണ്ടി ഓട്ടഭ്യർത്ഥിച്ചു പ്രവർത്തകരെ കാണുന്നു. ഇത്തരത്തിലാണ് ആവേശം നിലമ്പൂരിൽ. ആവേശം അവസാന മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായി കൊട്ടിക്കയറും. ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തകരുടെ മുന്നോട്ട് പോക്കാണ്. കാരണം പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കുഞ്ഞാലിക്ക് ശേഷം ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് CPMൻ്റെ പ്രതീക്ഷയും അവകാശവാദവും. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് CPM പ്രവർത്തകർ ഉള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമായി ഇത്
കാണാം. CPM ക്യാമ്പ്, ഇടതു ക്യാമ്പ് വലിയ ആവേശം തന്നെയാണ് ഈ അവസാന മണിക്കൂറുകളിലും. അപർണ, റൈറ്റ്, പലയിടങ്ങളിൽ നിന്ന് കൂടിയാണ് നിലമ്പൂരിലേക്ക് ആവേശത്തോടുകൂടി പ്രവർത്തകർ എത്തുന്നത്. കഴിഞ്ഞ 23 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. തിരികെ എത്താം. വിവിയരോടും സജിത്തും CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം